അർജുൻ്റെ പേരിൽ പണമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതടക്കം നിരവധി ആരോപണങ്ങളാണ് മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത്. അർജുൻ്റെ കുടുംബാംഗങ്ങൾ മനാഫിനെ ഇത്രയധികം അപമാനിക്കേണ്ടതില്ലെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ഒന്നുമില്ലെങ്കിലും അയാൾ എന്തിൻ്റെ പേരിലായാലും ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അർജുനെ കണ്ടെത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങി പൊരുതിയത് ആരും മറന്നിട്ടില്ല. കുടുംബാംഗങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം ജനശ്രദ്ധ നേടുവാൻ ഒരുപക്ഷെ കഴിയുമായിരുന്നില്ല. മനാഫിൻ്റെ വികാരത്തിലൂടെ അർജുനെക്കുറിച്ച് ഒരുപാട് മലയാളികൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അർജുൻ്റെ ഫാമിലിയെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ മനാഫിന് ഒഴിവാക്കാമായിരുന്നെന്നും അതിൻ്റെ പേരിൽ പല സൈബർ ആക്രമണങ്ങളും കുടുംബം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു. അർജുൻ്റെ ഫാമിലി മനാഫിനെതിരെ ആരോപിച്ച ഒരു ആരോപണമാണ് അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നു എന്നുള്ളത്. ആ ആരോപണം തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന വോയിസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹലോ, ഇത് ഞാൻ മനാഫ്, അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ്. പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കേണ്ടത് കണ്ട്, അത് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. ദയവ് ചെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത്. ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. ഒരു മാസത്തിന് മുൻപ് അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ മനാഫ് അയച്ച വോയിസ് ആണ് ഇപ്പോൾ കേട്ടത്. അർജുൻ്റെ പേരിൽ ചില ലോറി ഡ്രൈവർമാരുടെ ഗ്രൂപ്പുകളിൽ പിരിവ് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നും തികച്ചും ഇത് അർജുൻ്റെ കുടുംബമോ ഞാനോ ബന്ധപ്പെട്ടതല്ല എന്നുമാണ് മനാഫ് പറഞ്ഞത്. അത്തരത്തിൽ പണം ആ അക്കൗണ്ടിലേക്ക് അയക്കരുതെന്നും ഈ വോയിസിൽ മനാഫ് വിലക്കുന്നുണ്ട്. ഇത്തരത്തിൽ അർജുനെ വെച്ച് മനാഫ് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് തെളിയിക്കാനുള്ള യാതൊരു തെളിവും ഈ കുടുംബത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നത് മനസ്സിലാക്കാൻ കഴിയും. കൂടെ മനാഫിൻ്റെ സത്യസന്ധതയും. മനാഫിനെതിരായി വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയ അർജുൻ്റെ കുടുംബത്തിനെതിരെ ഭൂരിഭാഗം മലയാളികളും തിരിഞ്ഞിരിക്കുകയാണ്. മനാഫ് ഷിരൂരിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നേർക്കാഴ്ചയായാണ് മലയാളികൾ മുഴുവൻ കണ്ടത്. കൂടാതെ അർജുൻ്റെ ബോഡി കണ്ടെത്തിയ സമയത്ത് വികാരഭരിതനായി മനാഫ് വിങ്ങിപ്പൊട്ടിയതും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ മനാഫിന് നൽകിക്കൊണ്ടിരുന്ന അംഗീകാരം അത് ഈ കുടുംബത്തിന് സാരമായി ബാധിക്കുന്നുണ്ടെന്ന് മനാഫിനോട് ഇവർ തന്നെ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടെന്നും മനാഫ് വെളിപ്പെടുത്തിയതും നമ്മൾ കണ്ടവരല്ലേ. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ വിഷമം തുറന്നു പറഞ്ഞതെന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. നന്ദിയില്ലാത്ത കുടുംബം, ചോറുണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ആവാൻ കഴിയുമോ എന്നൊക്കെ പറയുന്നവർ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം തങ്ങളുടെ കുടുംബത്തിലെ എല്ലാം ആയവൻ തങ്ങളെ വിട്ടകന്നു പോയതിൻ്റെ വിഷമത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിന് പുറത്തേക്കിറങ്ങുമ്പോഴും പല ചോദ്യങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെന്ന കാര്യം ഇവർ തുറന്നു പറഞ്ഞപ്പോൾ ഇവരെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് വളരെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ മനാഫിനോട് ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലുകളിൽ പോയി ഇരുന്ന് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെ പോകുന്നതും മനാഫ് ചെയ്യുന്ന ചെറിയ തെറ്റായി ക്ഷണിക്കാവുന്ന തരത്തിലുള്ളതല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ വേർപാടിൽ വിഷമത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിനെ ഇനിയും വേദനിപ്പിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുമുണ്ട്. മനാഫ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തി തന്നെ. പക്ഷേ ചില കാര്യങ്ങളിൽ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. ഞങ്ങൾക്ക് സഹായം വേണ്ട എന്നല്ലല്ലോ ഇവർ പറയുന്നത്. സഹായം നൽകിയവരും യൂട്യൂബ് ചാനലുകളിൽ വന്ന് തങ്ങൾ നൽകിയതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നു എന്നതാണ് ഇവർ പറഞ്ഞത്. അത്തരത്തിലുള്ള സഹായം ആരാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക? അർജുൻ്റെ മരണത്തിൻ്റെ പേരിൽ ഈ കുടുംബം ഇനിയും വേദന അനുഭവിക്കണം എന്നത് ഒരിക്കലും സഹിക്കാൻ ആവാത്ത കാര്യം തന്നെയാണ്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കി സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതല്ലേ വളരെയധികം നല്ലതായിട്ടുള്ളത്. മനാഫും അർജുൻ്റെ കുടുംബവും സ്നേഹ സൗഹാർദ്ദത്തിൽ പരസ്പരം മനസ്സിലാക്കി സഹായിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായിരിക്കുമല്ലോ അർജുൻ്റെ ആത്മാവും ആഗ്രഹിക്കുന്നത്.